തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച കേസിൽ എഫ്ഐആറിൽ ഗുരുതര മൊഴി. 2 തവണ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചെന്ന എഫ്ഐആറിൽ പറയുന്നു. ഇടത് കവിളിലെ ആദ്യ അടിയിൽ ശ്യാമിലി താഴെ വീണു. എഴുന്നേറ്റ് വന്നപ്പോൾ വീണ്ടും അതേ കവിളിലടിച്ചെന്ന മൊഴി. എഫ്ഐആറിന്റെ പകർപ്പ് ജനം ടിവിക്ക്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, അതിക്രൂരമായാണ് അഭിഭാഷകയെ മർദ്ദിച്ചത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അതിക്രൂരമായാണ് ഈ അഭിഭാഷകയെ മർദ്ദിച്ചതെന്ന് തന്നെയാണ് എഫ്ഐആറിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ഒരു തവണ മർദ്ദിക്കുന്നു. ആ മർദ്ദിച്ചത് ഇടത് കവിളിന് അടിയേൽക്കുന്നു. അടിയേറ്റ ഉടനെ തന്നെ അഭിഭാഷക ആ നിലത്ത് തെറിച്ചു വീഴുന്നു. തെറിച്ചു വീഴുന്ന ശേഷം എഴുന്നേറ്റ് വീണ്ടും വരുമ്പോൾ അതേ കവിളിൽ തന്നെ വീണ്ടും മർദ്ദിക്കുകയുണ്ടായി. അങ്ങനെ ഗുരുതരമായ രീതിയിൽ മർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാണ് ഈ എഫ്ഐആർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ തടഞ്ഞു വെക്കൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കൽ എന്നിവ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഈ ഒരു ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിൽ യുവതിക്ക് മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വിഷയത്തിൽ വനിതാ കമ്മീഷൻ അടക്കം പരാതി ലഭിക്കുകയും ചെയ്തു. കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അടുത്ത ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോകാനിരിക്കുകയാണ് യുവതി. ഈ മർദ്ദനം നടത്തിയ ഉടനെ തന്നെ ഈ അഭിഭാഷകൻ നാടുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒളിവിൽ പോയ അഭിഭാഷകനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ കൂടിയാണ് പോലീസ് നടത്തുന്നത്. വലിയ രീതിയിൽ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ടുപേർ തമ്മിലുള്ള തർക്കം, ആ തർക്കം പരിഹരിക്കാൻ ഇടപെടാത്തതിനെ തുടർന്ന് അഭിഭാഷകൻ ഇടപെടാത്തതിനെ തുടർന്ന് പരാതി പറയാൻ എത്തിയതായിരുന്നു യുവതി. ആ യുവതിയാണ് മർദ്ദിച്ചത്. രോഹിണി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.